വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങനെ 4ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ടുകളൊക്കെ വന്നു. ഇനിയുള്ളത് റീവാലുവേഷൻ ഡേറ്റ് ആണ്. റീവാലുവേഷന് കൊടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രൂട്ടിനിക്കും കൊടുക്കാൻ ശ്രദ്ധിക്കുക. പറഞ്ഞു വന്നത്, നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷൻ കം സ്ക്രൂട്ടിനിക്ക് കൊടുക്കാവുന്നതാണ്. ഒരു വിഷയത്തിന് റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 800 രൂപ ആവാറുണ്ട്. ദെൻ 100 + 150 ഒരു 100-150 രൂപയ്ക്കായിട്ട് സ്ക്രൂട്ടിനിക്കും വരാറുണ്ട്. രണ്ടും കൂടി കൊടുത്താൽ മാത്രമാണ് എന്തെങ്കിലും വ്യത്യാസം വരാറുള്ളൂ. ദെൻ വീണ്ടും ആവർത്തിക്കുന്നത് KKPP ആണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എഴുതിയ മാർക്ക് അല്ലെങ്കിൽ എഴുതി കിട്ടിയ മാർക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, റിവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാവുന്ന കാര്യമാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പല പ്രോഗ്രാമിനും 4ാം സെമസ്റ്റർ പരീക്ഷകളുടെ റീവാലുവേഷൻ ലാസ്റ്റ് ഡേറ്റ് പല ഡേറ്റുകളിലാണ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 27, 28, 29, 30, 31 കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ അന്നോ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.